Good morning, Namaskaram, Suprabhadam, and today my topic is different. Topic is the story of a king. Have not we heard one story of a king who was very famous for his justice system? He was very prompt. He was fantastic as a whole. People was very, very happy. ആ രാജാവിൻ്റെ കഥ അങ്ങനെയായിരുന്നു. അദ്ദേഹം ഈ കാര്യം ഉറപ്പാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനുള്ളിൽ സിറ്റിസൺസ് ആർ വെരി ഹാപ്പി, പ്രോസ്പെറസ്, ഗ്രോയിങ്, ആൻഡ് ദേ ഹാവ് ഗുഡ് ഫീലിംഗ്സ് ഫോർ ദ കിങ് ആൻഡ് ദ മിനിസ്റ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ രീതി എന്തായിരുന്നു? ജോലി ചെയ്യുവാനായി അദ്ദേഹം ഏതെങ്കിലും ഒരു പോളിസി കൊണ്ടുവന്നാൽ എന്ത് ജോലി ചെയ്താലും അതിനുശേഷം അദ്ദേഹം വേഷപ്രച്ഛന്നനായി പ്രജകളുടെ ഇടയിൽ, പൊതുജനങ്ങൾക്കിടയിൽ, സാധാരണ ആൾക്കാർക്കിടയിൽ അദ്ദേഹം എല്ലായിടത്തും ചുറ്റിക്കറങ്ങും. അവിടെ പോയിരുന്ന് ടോക്ക് ടു പീപ്പിൾ, ടോക്ക് ടു മെർച്ചൻസ്, ടോക്ക് ടു സ്വീപ്പേഴ്സ്, എല്ലാ ആൾക്കാരോടും സംസാരിക്കും. ഗ്രാമത്തിലെ ആൾക്കാരോട്, മെർച്ചൻസിനോട്, കടക്കാരോട്, ഹോൾസെയിലർമാരോടൊപ്പം, സ്റ്റുഡൻസിനോടൊപ്പം, ടീച്ചേഴ്സിനോടൊപ്പം, ജസ്റ്റ് നോ എന്താണ് നടക്കുന്നത്, ഹൗ തിങ്സ് ആർ, രാജാവ് എങ്ങനെയുണ്ട്, ന്യായം എങ്ങനെ നടക്കുന്നു, ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് ടാക്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. ദിസ് വാസ് ഹിസ് വേ ഓഫ് ടോക്കിംഗ്. യു ഓൾ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് ദിസ് കിങ്സ് ഹാവ് ബീൻ വെരി വെരി ഫേമസ് ആൻഡ് പോപ്പുലർ. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദർബാറിലേക്ക് ആര് പോയിരുന്നാലും മണിയടിക്കുമായിരുന്നു. ആൻഡ് ഹി ടു ഗെറ്റ് എൻട്രി ആൻഡ് ജസ്റ്റിസ് വാസ് വെരി വെരി പ്രോംപ്റ്റ് ആൻഡ് കറക്റ്റ്. എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നു? ബിക്കോസ് ദേ യൂസ് ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് എ നേച്ചർ ഓഫ് ഗെറ്റിംഗ് ദ റൈറ്റ് ഫീഡ്ബാക്ക്. ആലോചിക്കുക, രാജാവിന് എന്താ മന്ത്രിമാരില്ലേ? എന്താ അദ്ദേഹത്തിന് ഹോം മിനിസ്റ്റർ ഇല്ലേ? എന്താ അദ്ദേഹത്തിന് രാജ്യമെമ്പാടും ചാരന്മാരില്ലായിരുന്നോ? അതിനായുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ. എല്ലാമുണ്ട്. ബട്ട് ഡിസ്പൈറ്റ് ഓഫ് എവരിത്തിങ്, ഓൾ ദ മിനിസ്റ്റേഴ്സ്, റൈറ്റ്, ഹി സ്റ്റിൽ യൂസ് ടു ഗോ ഹിംസെൽഫ് ഇൻ എ ഡിസ്ഗൈസ് ആൻഡ് ടോക്ക് ടു പീപ്പിൾ കോമണർ. അതിനൊരു കാരണം, അതിന്റെ റീസൺ ഇതായിരുന്നു. ഹി ജസ്റ്റ് വാണ്ട് ടു ദാറ്റ് അദ്ദേഹത്തിന്റെ എല്ലാ മന്ത്രിമാരുമുള്ളത് അവരൊരു പ്രോപ്പർലി ബാലൻസ്ഡ് ആയ രീതിയിൽ ജോലി ചെയ്യണം. ടു മച്ച് ഓഫ് പവർ ഷുഡ് നോട്ട് സ്പോയിൽ ദെയർ മിനിസ്റ്റേഴ്സ്. When you get feedback about your own policies, when you get feedback from commoners, from public, about the ministers and everybody, then you can make fantastic policy, and then you can really make sure that everybody happy, progressive, those who are culprits are getting the punishment, those who are good are getting the reward. പിന്നെ ഏത് സിസ്റ്റത്തിനുള്ളിലും റിവാർഡും പണിഷ്മെന്റും ഇല്ലെങ്കിൽ, ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഏരിയയ്ക്കുള്ളിൽ റിവാർഡും പണിഷ്മെന്റും ഇല്ലെങ്കിൽ അതിൽ എല്ലാം നാശമാകും. മെറിറ്റോക്രസി ഇല്ലെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? എല്ലാവരും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളെക്കുറിച്ച്. യു ആർ വർക്കിംഗ് ആസ് എ റീജിയണൽ മാനേജർ, യു ആർ വർക്കിംഗ് ആസ് എ സോണൽ മാനേജർ, നിങ്ങൾ ജോലി ചെയ്യുന്നു സെയിൽസ് മാനേജർ അല്ലെങ്കിൽ നാഷണൽ സെയിൽസ് മാനേജറായി. നിങ്ങൾക്കും ഒരു രാജ്യമുണ്ട്. അതിനുള്ളിൽ 20 ആൾക്കാരുണ്ടാവും, 50 ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ 200 ആൾക്കാരുണ്ടാകും. അതിനുള്ളിൽ വളരെയധികം ആൾക്കാർ നിങ്ങളുടെ കസ്റ്റമേഴ്സാണ്. നിങ്ങൾ ഇതാണ് അന്വേഷിച്ചറിയേണ്ടത്, അവർക്കുള്ള അനുഭവം എന്താണ്, അറ്റ് ദ സെയിം ടൈം അവരെങ്ങനെ ജോലി ചെയ്യുന്നു, അവർക്ക് മുകളിലുള്ള മാനേജേഴ്സ് അവരെങ്ങനെ ജോലി ചെയ്യുന്നു, അതിനു മുകളിലുള്ളവർ എങ്ങനെ ജോലി ചെയ്യുന്നു. ദാറ്റ് ബേസിക്കലി ഈസ് കോൾഡ് 360 ഡിഗ്രി ഓഫ് ഫീഡ്ബാക്ക്. രാജാവിന് അങ്ങനെ പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ലീഡേഴ്സും അങ്ങനെ ജോലി ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. സോണൽ മാനേജേഴ്സ്, റീജിയണൽ മാനേജേഴ്സ്, നാഷണൽ സെയിൽസ് മാനേജർ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കുറഞ്ഞപക്ഷം ഒരു മാസത്തിൽ 6 ദിവസം 6 ഡിഫറെന്റ് മെഡിക്കൽ റെപ്സിനോടൊപ്പം തീർച്ചയായും ജോലി ചെയ്യണം. 1-to-1 ജോലി ചെയ്യണം. ആ സമയം ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പോലും. ദെൻ യു വിൽ ഹാവ് വെരി വെരി അൺഫേറ്റഡ് ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യണമെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. കറക്ഷൻ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ബട്ട് മൈ ക്വസ്റ്റ്യൻ ബേസിക്കലി ഈസ് വാട്ട് അവർ പീപ്പിൾ വെയർ നോട്ട് ഡൂയിങ്. ദേ വെയർ ബിസി ഇൻ ദെയർ മീറ്റിംഗ്സ്. അഥവാ നിങ്ങളൊന്ന് ഓർമ്മിക്കൂ, മീറ്റിംഗ്സിൽ ഞാൻ നിങ്ങളോടൊപ്പം വരുമ്പോൾ ഞാൻ നിങ്ങളോട് മീറ്റിംഗ് ചെയ്യുന്നതിൻ്റെ സ്റ്റൈൽ എന്തായിരുന്നു? സ്റ്റൈൽ ഇതായിരുന്നു. അഥവാ നിങ്ങൾ മെഡിക്കൽ റെപ്സ് ഇരിക്കുകയാണെങ്കിൽ, മാനേജേഴ്സ് ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു, ഞാൻ എപ്പോഴും എന്ത് പറയുമായിരുന്നു? ഫസ്റ്റ് ലൈനിനോട് പറയും, നിങ്ങൾ റാങ്കിങ് ചെയ്യൂ നിങ്ങളുടെ 5 ആൾക്കാരെ, 5 മെഡിക്കൽ റെപ്സിനെ. ആൻഡ് റാങ്കിങ് വാസ് ഇൻ എ സച്ച് എ മാനർ. അങ്ങനെ നിങ്ങൾക്ക് റാങ്ക് ചെയ്യാൻ പറ്റില്ല. ഈ ദിസ് A+, A++, B+, A++, സംതിങ് ലൈക്ക് ദിസ്. നോ, യു ആർ സപ്പോസ് ടു റാങ്ക് എവരിബഡി. നിങ്ങൾക്ക് എല്ലാവരെയും റാങ്ക് ചെയ്യണം. ആരാണ് റാങ്ക് 1, ആരാണ് 2, ആരാണ് 3, പിന്നെ 4, ആരാണ് 5ാമത്. ഇതേപോലെ ഞാൻ റീജിയണൽ മാനേജർമാരോടും പറയുമായിരുന്നു, നിങ്ങളും ചെയ്യൂ. ഈ മുറിയിൽ 25 ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ. ആരാണ് നിങ്ങളുടെ പക്കൽ 5 മാനേജേഴ്സ് ഉണ്ട്. ഓരോ 5 മാനേജർമാർക്കും 5 പേരുണ്ടെങ്കിൽ 25 മെഡിക്കൽ റെപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയൂ, ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് 3 റെപ്പുകൾ? ഓൺ ദ ബേസിസ് ഓഫ് നോട്ട് ഓൺലി സെയിൽസ്,
അവരുടെ ടാലന്റ് അനുസരിച്ച്, അവരുടെ സബ്സ്റ്റൻസ് അനുസരിച്ച്, ക്വാളിറ്റീസ് അനുസരിച്ച്, അവരുടെ ഡ്രൈവ്സ് അനുസരിച്ച് ഏത് റാങ്കാണ്. അതിനുശേഷം ഞാൻ പറയുമായിരുന്നു, പിന്നെ നിങ്ങൾ 2-3 ഇതും കൂടി പറയൂ, ആരാണ് നിങ്ങളുടെ ഈ 25 റെപ്സ് ഉള്ളതിലൊരാൾ തീർത്തും ഏറ്റവും അടിയിലുള്ളത്? അവർക്ക് തീർത്തും ജോലി ചെയ്യാനുള്ള ഡ്രൈവ് ഇല്ല. 3 മാസമായി, 6 മാസമായി, 9 മാസമായി, 1 മാസമായി കണ്ടിന്യൂസ്ലി ദേ ആർ നോട്ട് ഇംപ്രൂവിംഗ്. ആൻഡ് വി യൂസ് ടു ഓൾവേസ് ടോക്ക് അബൌട്ട് ദിസ്. ആൻഡ് വെനെവർ പീപ്പിൾ ഹാഡ് കൺഫ്യൂഷൻസ്, മാനേജർ സാർ എന്നെ നോക്ക്, ഈ 2 റെപ്സ് ഉണ്ട്, ഈ 2 മാനേജേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ അതിനുശേഷം റെപ്സിനെ അയച്ചതിന് ശേഷം ഞാൻ പറയുമായിരുന്നു, നിങ്ങളുടെ 5 ഫസ്റ്റ് ലൈൻ അവരെയും നിങ്ങൾ റാങ്കിങ് ചെയ്യാൻ. പിന്നെ ആ ഫസ്റ്റ് ലൈൻ പോയി കഴിയുമ്പോൾ നമ്മൾ സെഡമിനോട് പറയുമായിരുന്നു, നിങ്ങളുടെ പക്കൽ 5 RM ഉണ്ട്, ഇവരെയും റാങ്കിങ് ചെയ്യാൻ. ആ സെഡമിനോട് നമ്മൾ റാങ്കിങ് ചെയ്യുമായിരുന്നു, വെവ്വേറെ, പ്രൈവറ്റ്ലി, നോട്ട് ജൂനിയേഴ്സിന്റെ മുന്നിൽ വെച്ച് ഒരിക്കലും റാങ്കിങ് ചെയ്യില്ലായിരുന്നു. ദാറ്റ് വാസ് ദ ബേസിക്കലി ഫിലോസഫി. സംടൈംസ് പീപ്പിൾ യൂസ് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇല്ല സാർ, ഇതെന്റെ റെപ്സ് 2 റെപ്സ് നമ്പർ 1-ൽ വരുന്നു, അല്ലെങ്കിൽ എന്റെ ഈ 2 ഫസ്റ്റ് ലൈൻസ് നമ്പർ 1-ൽ വരുന്നു. അങ്ങനെ വരില്ല. Then we used to help them because at different time people should be helped. അവരുടെ കൺഫ്യൂഷൻ ഇല്ലാതായി തീരും. They should be anchored, they should be go some certain modules. And what was our modules? We used to say, ശരി, let's dissect. അവരുടെ ആ ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്നു ഡിഫറെന്റ് ക്വാളിറ്റീസിനുള്ളിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അവരോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ശരി, നിങ്ങൾ പറയൂ, ഒരേ ഒരു ക്വാളിറ്റി ഡോക്ടറുടെ ചേംബറിൽ ഏറ്റവും മികച്ചത് ആരാണ്? ജസ്റ്റ് ഒരേ ഒരു ക്വാളിറ്റി ഡോക്ടറുടെ ചേംബറിനുള്ളിൽ. സർ, ഈ പയ്യൻ കൊള്ളാം. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ 10-ൽ ഇവന് എത്ര നമ്പർ കൊടുക്കുമെന്ന്? വെറും ഡോക്ടറുടെ ചേംബറിൽ സംസാരിക്കുന്നതിന്, അവന്റെ പെർസോണ, അവരുടെ ഇംപ്രസ് ചെയ്യുന്ന രീതി, റിലേഷൻഷിപ്സ്, ഇതിനു മുകളിൽ. അതിനുശേഷം നമ്മൾ അവരോട് ചോദിക്കും, ഓക്കെ ഫൈൻ, ദ സെക്കൻഡ് ക്വാളിറ്റി, അധ്വാനിക്കുന്നത് മാത്രം. അതായത് മണിക്കൂറുകൾ ടൈം കണ്ടെത്തുന്നതിനായി, അധ്വാനിക്കുന്നതിനായി ഏറ്റവും അധികം ഈ ഒരു ക്വാളിറ്റിയിൽ, ഹാർഡ് വർക്കിംഗിൽ ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? 10-ൽ നിങ്ങൾ അവർക്ക് എത്ര നമ്പർ കൊടുക്കുന്നതാണ്? മൂന്നാമത് ചോദിക്കാം, ഓക്കെ ഫൈൻ, ഏത് പയ്യനാണ് കഴിഞ്ഞ 3-4 ക്വാർട്ടറായി ഏറ്റവും അധികം ഇംപ്രൂവ് ചെയ്തത്? അയാൾക്ക് കൺസേൺ ഉണ്ട്, അയാൾ ഏറ്റവും അധികം ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ചോദ്യം ചോദിക്കാം, ആരാണ് ഏറ്റവും അധികം പുതിയ പ്രോഡക്റ്റ് വിൽക്കുന്നതിൽ ഏറ്റവും മുന്നിൽ? റൈറ്റ്. ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാം, ഇൻ ദ കേസ് ഓഫ് മാനേജേഴ്സ്. പിന്നെ റെപ്സ് അതിനുള്ളിലും, ഈ റെപ്പിന്റെ ഇയാളുടെ കൊളീഗ്സ് എത്ര റെസ്പെക്ട് ചെയ്യുന്നു? ഇയാളെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇയാൾ സെൽഫിഷ് അല്ലല്ലോ, ഇയാൾ സ്വാർത്ഥനാണോ? സെയിം ഫോർ ദ മാനേജേഴ്സ്. ഏത് മാനേജറുടെ ഫോളിൻ ഏറ്റവും അധികമാണ്? ഇതും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. പിന്നെ ഈ നമ്പർ എല്ലാം നിങ്ങൾ ക്ലബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് നമ്പർ 1 ആൻഡ് നമ്പർ 2 ആൻഡ് നമ്പർ 3. പിന്നെ എപ്പോഴും നമ്മുടെ ഈ ബോട്ടം ആൾക്കാർ അവരെപ്പോഴും വോൺ ചെയ്തു വരുന്നു, വൈസായി വരുന്നു, പറഞ്ഞിട്ട് വരുന്നു, വഴക്ക് പറഞ്ഞിട്ട് വരുന്നു. അവർ പറയാൻ തുടങ്ങും, ഞാൻ ഇംപ്രൂവ് ചെയ്തില്ല, അപ്പോൾ നിങ്ങളെ ഞങ്ങൾ അഥവാ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ട്രെയിനിങ്ങിനായി വിടും. നമ്പർ ഓഫ് പ്രഷർ വി യൂസ് ടു ബേസിക്കലി അറ്റ് ഓൾ, സോ ദാറ്റ് അവർ ഒരിക്കലും ഏതൊരവസ്ഥയിലും തെമ്മാടിത്തരം ചെയ്യില്ല. ആൻഡ് ദിസ് ഫിലോസഫി യൂസ് ടു ചേഞ്ച് ലോട്ട് ഓഫ് പീപ്പിൾ. ആരെങ്കിലും നമുക്ക് ചില ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിനായി വിളിക്കും, 1 മാസത്തേക്ക്, 45 ഡേയ്സിനായി, 50 ഡേയ്സിനായി. ഓക്കെ ഫൈൻ, നിങ്ങൾ ചെന്നൈയിൽ ജോലി ചെയ്യുന്നു, യു കം ടു ഡൽഹി ഫോർ 15 ഡേയ്സ് ട്രെയിനിങ്ങിനായി. നിങ്ങൾ ജോലി ചെയ്യുന്നു ഹൈദരാബാദിൽ, നിങ്ങൾ വരൂ ഫോർ എക്സാമ്പിൾ ഗുജറാത്തിലേക്ക്, അല്ലെങ്കിൽ രാജസ്ഥാനിലേക്ക്, ഡൽഹിയിലേക്ക് 1 മാസത്തേക്കായി. ആൻഡ് ദേ യൂസ് ടു വർക്ക് ഓൾവേർ. ദാറ്റ് വാസ് ദെയർ പണിഷ്മെന്റ്. പക്ഷേ അഥവാ ഇന്ന് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ എല്ലാം നല്ലതാണ്. നമ്മൾ എപ്പോൾ മീറ്റിംഗിൽ പോയാലും വി ഗെറ്റ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. റീസെന്റ് മാർക്കറ്റിംഗ് പീപ്പിൾ ഓൾ ദെയർ ഇൻ ദി മീറ്റിംഗ്സ്. ഞാൻ നിങ്ങൾക്ക് ചില എക്സാമ്പിൾസ് തരാം. ശരി, ഈ പയ്യൻ എങ്ങനെയുണ്ട് പറയൂ, നന്നായി ജോലി ചെയ്യുന്നുണ്ടോ? സാർ, ഈ പയ്യൻ ഉണ്ടല്ലോ, വളരെ നല്ലതാണ്, നന്നായി ജോലി ചെയ്യും, നല്ലതാണ്. ഇയാൾ എത്ര നാളെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇയാൾ 12 വർഷമായിട്ട് ജോലി ചെയ്യുന്നു, വളരെ നന്നായി ജോലി ചെയ്യും. പിന്നെ നമ്മൾ ചോദിക്കുകയാണ്, ശരി, ഇയാൾ ഡോക്ടറുടെ ചേംബറിൽ എങ്ങനെയുണ്ട്? സാർ, ഡോക്ടറുടെ ചേംബറിൽ വളരെ പൂറാണ്. ശരി, ഇയാൾ അധ്വാനിക്കുന്ന കാര്യത്തിൽ എങ്ങനെ? സാർ, അധ്വാനിക്കുന്നതിലും അത്ര മെച്ചമൊന്നുമല്ല. ശരി, ഇയാൾ പഠിക്കുന്ന കാര്യത്തിൽ എങ്ങനെ? സാർ, ഇയാൾ പഠിക്കുന്ന കാര്യത്തിൽ അത്ര മെച്ചമല്ല, അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷേ സാർ, ഇയാൾ ഓവറോൾ നല്ലതാണ്. സാർ, ഇയാൾ 12-15 വർഷമായി ജോലി ചെയ്യുകയാണ്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് അവർ മാനേജേഴ്സ് ആർ ഡൺ. ദേ വാണ്ട് ടു മേക്ക് എവരിബഡി ഹാപ്പി. ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏരിയ നശിപ്പിക്കുകയാണ്, നിങ്ങൾ ആ ആൾക്കാരെയും നശിപ്പിക്കുകയാണ്, നിങ്ങൾ ടാലന്റഡ് ആയ ആൾക്കാരെ ഇല്ലാതാക്കുകയാണ്. ബിക്കോസ് വെൻ ടാലന്റഡ് പീപ്പിൾ സേസ്, ഈ ഒരു പയ്യൻ 12 വർഷമായി ജോലി ചെയ്യുന്നു, ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല, അയാൾക്കും പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുകയാണ്, അയാളുടെ പുതിയ പ്രോഡക്ട്സ് വിൽക്കുന്നില്ല, അയാളുടെ ഗ്രോത്ത് മൈനസിലാണ് പോകുന്നത്. ദാറ്റ്സ് വൈ ഐ ലൈക്ക് ടു ബ്ലെയിം കമ്പനി ആസ് വെൽ.
നെഗറ്റീവ് വർക്കിനും മെഡൽസ്, നെഗറ്റീവ് വർക്കിന് ഇൻസെന്റീവ്സ്, നെഗറ്റീവ് വർക്കിന് എല്ലാം. നോക്കൂ, പിന്നെ എന്തിന് ആൾക്കാർ ജോലി ചെയ്യണം? ആൻഡ് ഓൾ കൈൻഡ് ഓഫ് ഹെൽപ്പ് ഈസ് കമ്മിങ് ഫ്രം കമ്പനി സൈഡ് ഫോർ ദ പീപ്പിൾ. ദെൻ നിങ്ങളെ അവരും സഹായിക്കുന്നു, ഇവരും സഹായിക്കുന്നു, അവരും സഹായിക്കുന്നു. എവരി ഹെൽപ്പ് ഈസ് ദെയർ, ഓൾ ദ റിസോഴ്സസ് ഈസ് ദെയർ. പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. ഇപ്പോൾ കൂടുതൽ റിസോഴ്സസ് ലഭിക്കുമ്പോൾ, അതായത് കൂടുതൽ ഹെൽപ്പ് കിട്ടുമ്പോൾ ആൾക്കാർ ജോലി ചെയ്യുന്നത് കുറയ്ക്കും, ജോലിയെ ചെയ്യുകയില്ല. അപ്പോൾ ആ സമയത്ത് അവർ ജോലി ചെയ്യുന്നില്ല. ആൻഡ് സം ഓഫ് ദ കേസസ് mankind has come in secondary kind of a thing. The primary is different. സൈഡ് ബിസിനസ് തുടങ്ങി, വൈഫിന് ബിസിനസ് തുടങ്ങി, ബന്ധുക്കൾ തുടങ്ങി. ദിസ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ ഈസ് ബേസിക്കലി ഹാപ്പനിങ്. ഇപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, പരമാവധി സിനിമ ഇങ്ങനെയാണെങ്കിൽ, സോ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് വാട്ട് വി ഹാവ് ഫൗണ്ട്, ദിസ് റൈറ്റ് ഓഫ് ബ്രിങ് എവരിതിങ്. വി ഹാവ് ഫൗണ്ട് അറ്റ് നമ്പർ ഓഫ് പ്ലേസസ് ആൾക്കാർക്ക് 2 വർഷമായി 3 വർഷമായി നെഗറ്റീവിലാണ് പോകുന്നത്. പുതിയ പ്രോഡക്ട്സ് ഓടുന്നില്ല. റൈറ്റ്? സോ വി ഹാവ് സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഗോയിങ് എവറി ഇയർ. Start in Gujarat and Tamil Nadu and Andhra Pradesh and Telangana, then Kerala, especially Punjab, Haryana. I was start every place we are going, and we are just scanning out first of all every possible managers. കാരണം എൻ്റെ വിശ്വാസം പുറത്തുള്ളത് അറിഞ്ഞിട്ടാണ്. മെഡിക്കൽ റെപ്പ് അത് തന്നെ ചെയ്യുന്നു, അത് അവൻ്റെ മാനേജേഴ്സ് ചെയ്യിക്കുകയാണ് അയാളെ കൊണ്ട്. അവർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ആകുന്നു. ഏറ്റവും ആദ്യം ഏറ്റവും ഉയർന്ന മാനേജരെ നിങ്ങൾ പിടിക്കൂ. And you just grill them, punish them, get them the hard assign. And those people, those were unable to change, ask them to resign. And you can see yourself, നിങ്ങൾ ലിസ്റ്റ് നോക്കൂ. Lots of cleaning is basically happening. ഓരോ സ്റ്റേറ്റിനുള്ളിലും ക്ലീനിങ് നടക്കുന്നു. അപ്പോൾ ഇത് ഒരു ഇൻഡിക്കേഷൻ ആണ് എല്ലാ ജൂനിയേഴ്സിനും. അഥവാ നിങ്ങൾ ഈ സീനിയേഴ്സിന് അഗനിസ്റ്റ് ഞങ്ങൾക്ക് ഇത്രയും ടഫാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അഗനിസ്റ്റുമായി തീരാം. സോ ഇമ്മീഡിയറ്റ്ലി കമ്മിങ് ദ ലൈൻ, get changed, start working in the field. or അഥവാ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഈ ചേഞ്ചിനുള്ളിൽ, ഈ ഒരു യഥാർത്ഥ മാൻകൈൻഡിനുള്ളിൽ, കഴിഞ്ഞ 5 വർഷമായി അത് മോശമായിരുന്നു. ഈ യഥാർത്ഥ മാൻകൈൻഡിനൊപ്പം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ, then you change the company. That's my advice to everybody. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പനി കിട്ടി, നോക്കി, അഥവാ ലഭിച്ചുവെങ്കിൽ അതിനുള്ളിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണ്. എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഇൻസെന്റീവിനെ കുറിച്ചുള്ള ചിന്തയാണ് എപ്പോഴും. മെഡലിനെ കുറിച്ച് ചിന്തിക്കും. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം വി ആർ ഡിസൈഡഡ്, നിങ്ങൾക്ക് മെഡൽ നെഗറ്റീവ് ഗ്രോത്തുകാർക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. ഓൺലി ദ കേസ് ഹാവ് എക്സെപ്ഷൻസ്. വെൻ യുവർ ആറ്റിറ്റ്യൂഡ്, യു ഹാവ് സം വെരി സ്ട്രോങ് റീസൺസ്. ഇവിടെ നിങ്ങൾക്ക് നൽകാൻ കഴിയും. നമ്പർ 1. നമ്പർ 2, വി വിൽ ബി വെരി ബ്രോ ആൻഡ് സോഫ്റ്റ്. ഞങ്ങൾ വളരെ സോഫ്റ്റ് ആയിരിക്കും, സപ്പോർട്ടീവ് ആയിരിക്കും. പുതിയ ആൾക്കാർക്കായി ആരെങ്കിലും പയ്യൻ 1.5 വർഷത്തിനകം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 1 വർഷത്തിനുള്ളിൽ ജോയിൻ ചെയ്തതാണ് ഏതെങ്കിലും ഡിവിഷനിൽ, അപ്പോൾ അവരുടെ മുന്നിൽ ഞങ്ങൾ ഹാർഷ് ആകുകയില്ല. ഞങ്ങൾ ആരുടെ മുന്നിൽ ഹാർഷ് ആകും? 10 വർഷമായി ജോലി ചെയ്യുന്നവർ, 15 വർഷമായി ജോലി ചെയ്യുന്നവർ, അവർക്കെല്ലാം അറിയാം എന്താണ് മാൻകൈൻഡ്, ഫിലോസഫി എന്താണ് മാൻകൈൻഡിന്റെ. 3 P's: പീപ്പിൾ, പ്രോസസ്സസ് ആൻഡ് പ്രോഡക്ട്സ്. ഓൺ ദ ബേസിസ് ഓഫ് വി ഹാവ് ഓൾവേസ് തോട്ട് റിസൾട്ട് വരണം. 3 P's ആർ ദെയർ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 3 P'യെ കുറിച്ച് പറയുകയാണെങ്കിൽ, 3 P's ആൻഡ് then result will come. Not we basically are saying 3 P'കൾ ഉണ്ട്. ഇതിന് ശേഷം നിങ്ങളൊരു G കൂടി ചേർത്തോളൂ. For growth, people, process, product and growth. But everything gets 25%, 25%, 25%, 25% points. അഥവാ നിങ്ങൾ പറയുകയാണ്, ഞാൻ 3 വർഷമായി ജോലി ചെയ്യുന്നു, 2 വർഷമായി ജോലി ചെയ്യുന്നു, ഞാൻ പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിനെ 25 തവണ, 50 തവണ, 60 തവണ കണ്ടു കഴിഞ്ഞു, പുതിയ പ്രോഡക്റ്റ് വിൽക്കുന്നില്ല നിങ്ങളുടേത്. എന്തുകൊണ്ട് നടക്കുന്നില്ല? വൈ ഗ്രോത്ത് cannot come? If you are not giving some kind of a growth, right, then please try to understand you are deserving nothing from us. So we are going to become very strict. One more thing is there in mankind. They always been drop people. In the sense എന്തായിരിക്കും drop people ന്റെ അർത്ഥം എന്താണ്? എത്ര അധികം നമ്മൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ സബ്സ്റ്റൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ. And I tell you one example I will give you. ഇപ്പോൾ ആൾക്കാർ കാഴ്ചയുടെ ലോകത്താണ് ജീവിക്കുന്നത്. എല്ലാം ഷോ ഓഫ് ആണ്. പിന്നെ നമ്മുടെ കോറിൽ ജോലി ചെയ്യില്ല, നമ്മുടെ സബ്സ്റ്റൻസിൽ പ്രവർത്തിക്കില്ല. Then people would always have troubles. നിങ്ങൾ നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ, if you going a gym and you find that people അവരുടെ ചെസ്റ്റിനായി എക്സസൈസ് ചെയ്യുന്നു, അവരുടെ ആംസിനായി വർക്ക് ചെയ്യുന്നു, ചിലർ ബാക്കിനായി വർക്ക് ചെയ്യുന്നു. ഈ ജിമ്മിൽ പോകുന്നവർ അവരുടെ ലോവർ പാർട്ട് ബലമില്ലാത്തതായിരിക്കും. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ലോവർ പാർട്ട് അഥവാ ബലഹീനമാണെങ്കിൽ നിങ്ങളുടെ സ്പൈനിൽ പ്രോബ്ലം വരും, നിങ്ങളുടെ ബാക്കി ബോഡിയിൽ പ്രോബ്ലം ഉണ്ടാകും, നിങ്ങളുടെ ബോഡി അത്ര നന്നായി തോന്നുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്.
എല്ലാം ഷോ ഓഫ് ആണ്. സാർ ഇവന്റെ പ്രൊഡക്ടിവിറ്റി വളരെ നല്ലതാണ്, സാർ ഇയാൾക്ക് 8 ലക്ഷം ഉണ്ട്, പിന്നെ ഡംപിംഗ് ഉണ്ടായി, ഡെഫിഷ്യൻസി ഉണ്ടായി, സ്റ്റിറോയിഡ് ഉണ്ട്, ബാക്കി ബോഡി എല്ലാം നന്നാക്കി, കാണിക്കാനായി എല്ലാം നന്നായി ചെയ്തു, അതെല്ലാം ഷോർട്ട് ഫ്രം നന്നായി ചെയ്തു. ആൻഡ് ലേറ്റർ ഓൺ ഓൾ ദ ട്രബിൾ ഫാക്ട്സ് കമ്മിങ്. അപ്പോഴെന്ത് ചെയ്യും? സോ വി ഹാവ് ഡിസൈഡഡ് വി ആർ ദിസ് എ കൈൻഡ് ഓഫ് എ കമ്പനി which have always given lot of importance on people's development. But what we see nowadays, number of people were പഠിക്കുന്നതേയില്ല. ഇന്നും അവരുടെ കൺവെർസേഷൻ വളരെ പുവറാണ്. They cannot improve it. അവരെപ്പോൾ ബ്ലെയിം ചെയ്യും, ഞങ്ങളെ പഠിപ്പിച്ചില്ല എന്ന്. സർ, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അടുത്തുള്ള റെപ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ്, നിങ്ങൾ സ്വയം സർക്കംസ്റ്റാൻസസ് നിങ്ങൾക്ക് സ്വയം ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും അധികം നമ്മളുടെ ട്രെയിനിങ്ങിന്റെ മോഡ്യൂൾസ് വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി എന്ത് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്തത്? ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? എവറി സെക്കൻഡ് മന്ത്, അതായത് ഒരു വർഷത്തിൽ 6 തവണ, എവറി സെക്കൻഡ് മന്ത് 2 ദിവസത്തേക്ക് വി ആർ കോളിംഗ് 35 മോസ്റ്റ് ടാലന്റഡ് റെപ്സ്. അത് പഴയതായാലും പുതിയതായാലും ഒന്നുമില്ല, ടാലന്റ് ഉണ്ടായിരിക്കണം. നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പ്രൊഡക്ടിവിറ്റി, ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡ്രൈവ്. ജോലി ചെയ്യാനുള്ള ആഗ്രഹം, അധ്വാനിക്കാനുള്ള ആഗ്രഹം, മുന്നേറാനുള്ള ക്ഷമത, അതിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ആൾക്കാരെ സെലക്ട് ചെയ്യും. പിന്നെ 2 ദിവസത്തേക്ക് ഹെഡ് ഓഫീസിലേക്ക് വിളിക്കും. എന്തിനു വിളിക്കുന്ന ഹെഡ് ഓഫീസിൽ? കാരണം അവിടെ ഞാനും ഇരിക്കും അവരുടെ മുന്നിൽ, പിന്നെ ട്രെയിനിങ്ങിന്റെ ടീം ഇരിക്കും, മാനേജ്മെന്റ് ഇരിക്കും, ടോപ്പ് ലെവലും ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ നോക്കും അവരെത്ര ടാലന്റഡ് ആണെന്ന്. അവരിൽ നിന്നും 25%, 30%, 10% ഓൺ ദ ബേസിസ് ഓഫ് എത്ര നല്ലതാണ് അവർ. ഇനി അഥവാ 35, അത് നിങ്ങൾ 6 കൊണ്ട് ഭാഗിച്ചാൽ അപ്പോൾ എത്ര ഉണ്ടാകും? ഏകദേശം 200-ൽ കൂടുതൽ മെഡിക്കൽ റെപ്സ് ഉണ്ടാകും. അതേപോലെ 35 ഫസ്റ്റ് ലൈൻ 4 മാസത്തിൽ ഒരിക്കലെടുക്കും. ഇതേപോലെ തന്നെ 15, 20 സെക്കൻഡ് ലൈൻ ആൻഡ് തേർഡ് ലൈൻ 4 മാസത്തിൽ ഒരിക്കലുണ്ടാകും. വി വിൽ കോളിംഗ് ദം, വിൽ സ്കാൻ അവർ സെൽഫ്. അവരിൽ എന്തുണ്ട്, എത്ര ശക്തിയുണ്ട് അവരിൽ. ആൻഡ് ദെൻ വി സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദം. ചിലപ്പോൾ അവരെ ഞങ്ങൾ സ്പോൺസർ ചെയ്യും, ചിലപ്പോൾ അവരെ ഏതെങ്കിലും മാനേജ്മെന്റ് കോളേജിലേക്ക് വിടും. സ്പെൻഡ് മണി ഓൺ ദം ടു ഡെവലപ്പ് ദം ഫർദർ. ബിക്കോസ് വി വാണ്ട് ടു ബിൽഡ് അപ്പ് അവർ ഓൺ ലീഡർഷിപ്പ്. കമ്പനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പോകും ഇത്തവണ. So that tomorrow these people can really reach to some good stature. പിന്നെ മോശമായ ആൾക്കാർ, we just want to scan them. അടുത്ത 2-3 മാസം എൻ്റെ ചില വീഡിയോകൾ വരുന്നില്ല, ഞാനൊരു ഓഡിയോ മെസ്സേജ് അയക്കുന്നില്ല, ആക്ഷൻസ് എടുക്കുകയാണ്. ബിക്കോസ് mankind believes in actions. And those who will be doing fantastic jobs, they will rise to a different level. And those who are guilty, problem ഉണ്ടാക്കുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല, either you change the company or change yourself. That's the only thing I can tell you. This is a actual mankind. And again, and I must tell you, എത്ര നമ്മുടെ ഡ്രൈവ് ഉണ്ട് പേഴ്സണലി ആസ് എ പ്രൊമോട്ടേഴ്സ്. കാരണം മാനേജ്മെന്റിനോട് നമ്മൾ സംസാരിക്കും, ഞാൻ സ്വയം ശ്രമിക്കുകയാണ്. ഐ ഫീൽ മാൻകൈൻഡ് ഈസ് ഡബിൾ ദ ഗ്രോത്ത് ഓഫ് IPO. എത്ര IPP ഗ്രോത്ത് ഉണ്ടോ അതിന്റെ ഡബിൾ വേണം. ആൻഡ് വാട്ട്സ് ദ മീനിങ് ഓഫ് ഡബിൾ? കുറഞ്ഞപക്ഷം 18% to 20% ഗ്രോത്ത് ഷുഡ് ബി ദെയർ എവറി ക്വാർട്ടർ, എവറി ഇയർ ഓഫ് മാൻകൈൻഡ്. എന്തുകൊണ്ട്? കാരണം ഇപ്പോൾ നിങ്ങളുടെ 6% ഗ്രോത്ത് വരുമ്പോൾ അത് 0 ഗ്രോത്ത് ആണ്. ഇതിൽ പ്രൈസ് വർദ്ധിച്ചു, പുതിയ പ്രോഡക്ട്സ് വന്നു. ദാറ്റ് മീൻസ് വാട്ട് വി ടോക്കിംഗ് അബൌട്ട് 14% ഗ്രോത്ത്. ദാറ്റ്സ് ഓൾ. ആൻഡ് ദോസ് പീപ്പിൾ ബ്രിങ് ബെസ്റ്റ് ഓഫ് ദ ഗ്രോത്ത്. അവരുടെ ഇൻസെന്റീവിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ചെയ്യും. പിന്നെ ഏതാൾക്കാരാണോ ഈ ഗ്രോത്ത് നേടാൻ ആഗ്രഹിക്കാത്തവർ, ആ ജമ്പ് ഇൻ ദ സെയിൽസിൽ ബിലീവ് ചെയ്യാത്തവർ, അവരുടെ ഇൻസെന്റീവ്സിൽ നമ്മൾ ആക്ഷൻ എടുക്കും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദീസ്. എങ്ങനെ എടുക്കും, എപ്പോഴെടുക്കും, നെക്സ്റ്റ് ഇയർ ആണോ, ഈ വർഷമാണോ, വി ആർ ടോക്ക് അബൌട്ട് ദാറ്റ്. ബട്ട് ഗെറ്റ് റെഡി ഫോർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ മാൻകൈൻഡ്, aggressive mankind. And I wish you all the best. And I request everybody, growing mankind, because this company is going to become India's #1 company. That's many frustrations in our heart. All the best, good luck, and have a great year ahead.